ഹായ് ഗേസ്, ഇന്ന് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അങ്ങനെ നമ്മുടെ ആ മാലൂഷിന് കുഞ്ഞുമാവയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പതുക്കെ വിടറിയാവളെ. അങ്ങനെ മാലൂസിന് കുഞ്ഞുമാവയൊക്കെ ഉണ്ടായി. അവൾക്ക് രാവിലെ ആയിരുന്നു അവൾക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ട് ഇവൾ ഈ ചാടി നടക്കുന്നത് മാന്തുമൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൾക്ക് പിന്നെ കുഞ്ഞ് വരാനുള്ള തയ്യാറെടുപ്പാണെന്ന്. അങ്ങനെ ഞാൻ ഇവക്ക് കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. പക്ഷെ അവൾ അവിടെ നിന്നും കിടന്നില്ല. അവൾ അവിടെ നിന്നൊക്കെ പോകുന്നത് ഇവിടെ പെരക്കകത്ത് വന്ന് കട്ടിലിൻ്റെ അടിയിൽ വന്ന്. ഞാൻ സ്കൂളിൽ ഇപ്പം വഴിയിൽ ഇറങ്ങിയപ്പം കാണാം പിന്നെ കുഞ്ഞ് വന്നെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുഞ്ഞിനെ ഒരെണ്ണത്തെ എടുത്തിട്ടാണ് ഞാൻ സ്കൂളിൽ പോയത്. അപ്പോൾ എൻ്റെ അനിയത്തിയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് പോയത് കുഞ്ഞിനെ എടുക്കാനൊക്കെ. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അറിയത്തില്ലല്ലോ എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും. വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളപ്പോൾ ഒത്തിരി നേരം എടുക്കുമെന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് കരഞ്ഞാന്നല്ലോ. അങ്ങനെ നമ്മുടെ പിന്നെ മാലൂസിന് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. 4 പേരാണുള്ളത്. 4 പേര്, അവളെ പോലെ 2 പേരും അപ്പൂസിനെ പോലെ 2 പേരുമാണ് ഉള്ളത്. 2 വെള്ളയും 2 ഇവിടെ കളറുമാണുള്ളത്. 3 ആണും 1 പെണ്ണുമാണ് നമുക്കുള്ളത്. ഇവിടെ ആമക്കടെ അമ്മയാണ് നമ്മുടെ മാലൂഷ്. എന്നെ മാലൂഷേ പക്ഷെ അതിനേക്കാളല്ല രസം ഇവളെ രാവിലെ തുറന്നിട്ടപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ രാവിലെ വന്ന് കാത്തൂനെ കാണാൻ വേണ്ടി ഇവള് പരിക്കകത്ത് കയറി വന്ന് കാത്തു എണ്ണിക്കുന്നവരവിടെ നോക്കിയിരുന്നത്. അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടൊന്നും അവൾ ഇറങ്ങി പോകാതെ പരിക്കകത്ത് നിന്ന് കാത്തു എണ്ണിട്ട് വരുന്നവരെ അവളവിടെ നിന്ന്. കാത്തു വന്നണക്കെ അവൾ ഇറങ്ങിപ്പോയത്. അത്രയ്ക്ക് ഇഷ്ടമാണ് കാത്തൂന്. കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ പാലുകൂടിയാണ്. സോറി, ഞാൻ അറിയാതെ എടുത്തത്. ദാണ്ട് കിടക്കുന്നത് അമ്മയുടെ ബായ്ക്ക് വന്ന് കിടക്കുകയാണ്. 3 പേരെ. ഇത് 2 ആണുങ്ങളാണേ. ഇവര് 2 അപ്പൂന്റെ മക്കളാണ്. 2 പേരെ അവര് 2 പേരും പകുത്തെടുത്തിരിക്കുകയാണ്. അയ്യോ അവളെ അവിടെ കണ്ടോ പിടിക്കുന്നുണ്ടോ? അയ്യോ അവിടെ കുഞ്ഞിനെ കൊടുക്കില്ല. മാലു ഇങ്ങോട്ട് നോക്കിയേ. അവള് ഭയങ്കര കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഇല്ല കേട്ടോ, തയ്യാറെടുപ്പിലും അവിടെ ഭയങ്കര സംരക്ഷണമുള്ളൊരു അമ്മയാണ് മാലൂസേ. പക്ഷെ നമ്മുടെ അച്ഛനായ അപ്പൂസ് ഇതുവരെയും കണ്ടിട്ടില്ലെന്നുള്ളതാണ്. നമുക്ക് അവനെ ഒന്ന് കാണിക്കണം, കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന്. അപ്പം നാളെയൊക്കെ ആട്ടെ, നാളെ ഒന്ന് കാണിക്കാം. മാലൂസേ ഡി ഇങ്ങോട്ട് നോക്കിയാടി. അവള് ഭയങ്കര ഗമയൊക്കെ ആയി. ഇപ്പൊ ഒരമ്മയായതിൻ്റെ ഒരു ഗമയൊക്കെ അവൾക്കുണ്ട് കേട്ടോ. കുഞ്ഞ് കണ്ണു വിരിഞ്ഞ് വരുവോടി. അങ്ങനെ സുന്ദരി പെണ്ണാടി അമ്മയുടെ എന്താ ചെയ്യുന്നേ? അവൾക്ക് ഇട്ട് കൊടുത്ത തുണിയൊക്കെ എന്നിട്ട് അവള് വിശാലമായിട്ട് തലയൊക്കെ വെച്ചോട് കിടക്കുക. അവിടെ മക്കൾക്ക് കിടക്കാനും. നേരത്തെ വിളിച്ച ഉടനെ നോക്കുകയൊക്കെ ചെയ്യുന്നേ. അവളിപ്പോ നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്നുള്ളയാ. കണ്ടോ എടി, ഇതാണ്ട് കരയുന്നു. എവിടാ കരയുന്നേ? കണ്ടോ? അവൾക്കറിയാം കേട്ടോ കരയുന്ന ഏതാന്ന്. കീഴില് ഇതെവിടാ കിടക്കുന്നത് എല്ലാരും. ഇനി വാ ഒരാൾ കയറി പോന്നു. അച്ഛമ്മോൻ ദാണ്ട കയറി പോന്നു. അച്ഛമ്മോൻ ഒരെണ്ണം ഇവിടെ കണ്ടുണ്ട്. പാത്ത് വെക്കും അങ്ങനെ ഇവര്. പാല് കുടിക്കാനാ കേട്ടോ. തപ്പി പോവാ മക്കള്. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇതൊക്കെ പഠിച്ചു വരണം. രാവിലെ ഇവിടെ ഓടി നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ ഓർത്ത് ഇത്രയും പെട്ടെന്നൊക്കെ കുഞ്ഞുങ്ങൾ വരുമോ, നീ വേറെ വല്ല കുഴപ്പമാണോ, അവർക്ക് നീ കുഞ്ഞുങ്ങളൊക്കെ വയറ്റി കിടന്ന് എന്തെങ്കിലും കാത്തുവാണേ കുഞ്ഞുങ്ങളെല്ലാം സംരക്ഷിക്കുന്ന അമ്മ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളുടെ കൊച്ചി ഞങ്ങൾക്ക് കുഞ്ഞുമാവെ തന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം. ബൈ.